നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSG ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടുകയാണ്. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അദ്ദേഹം സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിലേക്കാണ് ചേക്കേറുന്നത്. പ്രമുഖ ഫുട്ബോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുമെല്ലാം ഇക്കാര്യം സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2029 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഇദ്ദേഹം റയലുമായി ഒപ്പുവെക്കുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അതായത് റയൽ മാഡ്രിഡോ PSG അതല്ലെങ്കിൽ എംബപ്പയുടെ ക്യാമ്പോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മക്രോൺ ഖത്തർ ഭരണാധികാരിയായ അൽത്താനിക്ക് ഒരു ഡിന്നർ ചടങ്ങ് ഒരുക്കിയിരുന്നു. ഈ ചടങ്ങിലേക്ക് കിലിയൻ എംബപ്പയ്ക്കും ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹത്തോട് തമാശ രൂപേണ മക്രോൺ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ചിരിച്ചുകൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് എംബപ്പയോട് പറഞ്ഞിട്ടുള്ളത്. എംബപ്പെ റയലിലേക്ക് പോകുന്നതിനെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് മറുപടി ആയിക്കൊണ്ട് എംബപ്പെ ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഖത്തർ രാജാവ് അൽത്താനിയുടെ സാന്നിധ്യത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇക്കാര്യം ഇപ്പോൾ എംബപ്പയോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനിടെ മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമമായ RMC സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് റയൽ മാഡ്രിഡുമായി കരാറിൽ എത്തി എന്ന വാർത്ത കിലിയൻ എംബപ്പെ നിഷേധിച്ചു എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ അത് ഈ സീസൺ അവസാനിക്കുന്നത് വരെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എംബപ്പെ പറഞ്ഞതായിരിക്കും എന്ന നിഗമനത്തിലേക്ക് മറ്റുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏതായാലും എംബപ്പെ റയൽ മാഡ്രിഡിലേക്ക് എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടുകൊണ്ട് കിലിയൻ എംബപ്പയെ PSG തന്നെ നിലനിർത്തുകയായിരുന്നു. എന്നാൽ ഇത്തവണ കിലിയൻ എംബപ്പെ PSG വിടാനുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.